ഗൗരിയാണെങ്കിൽ മഹിയുടെ തോളിലേക്ക് ചാഞ്ഞിരിപ്പ് തുടങ്ങിയിട്ട് നേരം കുറയായി. അത്താഴമൊക്കെ ഇടയിൽ രണ്ടാളും കൂടി പോയി കഴിച്ചു കഴിഞ്ഞിരുന്നു. തിരികെ വന്ന ശേഷം വീണ്ടും അവളുടെ ചെറുപ്പകാലത്തെ ഓരോരോ ഓർമ്മകൾ അവനോട് പങ്കുവയ്ക്കുകയാണ്. ഏറെ വിഷമം നിറഞ്ഞ കാര്യങ്ങളാണ്. മഹിയുടെ കണ്ണുകളും ഇടയ്ക്ക് നിറഞ്ഞു തുളുമ്പി. അത്രമാത്രം അനുഭവിച്ചു കഴിഞ്ഞതാണ് തൻ്റെ പെണ്ണ്. അവൻ അല്പം കൂടി അവളെ തന്നിലേക്ക് അണച്ചു പിടിച്ചു. ഒരു കുപ്പിവളയിടാൻ ഞാൻ ഏറെ മോഹിച്ചിട്ടുണ്ടേട്ടാ. കൗമാരത്തിലെ നിറപ്പകട്ടുകൾക്ക് ചായം പൂശാൻ എന്ന പോലെ വർഷം തോറും ഓടിയെത്തുന്ന ഉത്സവങ്ങൾ. ഉത്സവത്തിന് മറ്റും പോകുമ്പോൾ ചന്തക്കരയുടെ ഒരു കോണിൽ പോയി ഞാൻ നോക്കി നിൽക്കും. ചെറിയമ്മയാണെങ്കിൽ പച്ചയും ചുവപ്പും മഞ്ഞയും ഒക്കെ ഇടകലർന്ന കുപ്പിവളകൾ ലക്ഷ്യുവിനും സേതുവിനും വാങ്ങിക്കൊടുക്കുമ്പോൾ ഞാൻ അവിടെ അരികെ നിന്ന് മാറാതെ കൂടെ നിൽക്കും. അവരും തരില്ല, കുട്ടികളല്ലേ എനിക്ക് കൊടുത്ത് എന്നറിഞ്ഞാൽ ചെറിയമ്മ തലകൊയ്യും. അത് വേറെ കാര്യം. അവൾ മഹിയെ ഒന്ന് നോക്കി, എന്നിട്ട് വിഷാദം നിറഞ്ഞ ഒരു ചിരി ചിരിച്ചു. അവരുടെ പൊട്ടിയ കുപ്പിവള മുറികൾ പെറുക്കിയെടുത്ത് ഞാൻ സൂക്ഷിച്ചു വയ്ക്കും. വെറുതെ ഒരു രസം, ഒരു സന്തോഷം, അത്രമാത്രം. അവൾ വീണ്ടും അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. പോട്ടെ, സാരില്ല, നിനക്ക് എന്ത് വേണം എന്ന് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിത്തരാൻ പെണേ. അവളുടെ തോളിൽ മെല്ലെ തഴുകിക്കൊണ്ട് മഹി അവളോട് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സത്യം പറയോ? നീ ചോദിക്കു പെണ്ണേ. അത് പിന്നെ മഹിയേട്ടാ, നമുക്കൊന്ന് പോയി ഏട്ടന് വേണ്ടി ഒരു ഫുള്ളായിട്ട് ബോഡി ചെക്കപ്പ് ചെയ്യണം. എന്തിന്? ഏട്ടൻ എന്തെങ്കിലും അസുഖമുണ്ടോ എന്നറിയാലോ. ഓ, അതൊക്കെ ഇനി നോക്കിയിട്ട് എന്തോ ചെയ്യാനാ ഗൗരിയെ? അതെന്താ? അവളെ ശബ്ദമിടറി. ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ. അല്ല, എന്തോ ഉണ്ടെങ്കിലും സാരില്ല. പോകേണ്ട സമയമാകുമ്പോൾ നമ്മളെല്ലാവരും ഇവിടുന്നും പാട്ടും പെട്ടിയും മടക്കി യാത്ര പോകും. ഞാൻ നേരത്തെ ആകുമോന്നാ എന്ന് കണ്ടറിയാം. കുറച്ച് സമയത്തേക്ക് ഗൗരിയുടെ അനക്കമൊന്നുമില്ല. തറയിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണവൾ. ഗൗരി, മഹി വിളിച്ചപ്പോൾ അവൾ മുഖമുയർത്തി. ഗൗരി, നീ കരയുവാണോ മോളെ? ഞാൻ വെറുതെ. അപ്പോഴേക്കും നിനക്ക് ഫീൽ ചെയ്തോ? അവൻ ഗൗരിയെ കുറച്ചുകൂടി ചേർന്നിരുന്നു. ഗൗരി, നീ എന്തിനാ കരയുന്നത്? അവനുള്ള മിഴിനീർ അമർത്തി തുടച്ചു. ഞാൻ എൻ്റെ മഹിയേട്ടനെ കൂടി എനിക്ക് ആരും ഇല്ലെന്നൊരു തോന്നൽ സഹിക്കാൻ കഴിയുന്നില്ല. ഇനിയൊരു ദുഃഖം പോലും താങ്കളുടെ ശേഷി എനിക്കില്ലേട്ടാ. തന്നെ നോക്കി വിങ്ങി പൊട്ടിക്കൊണ്ട് പറയുന്നവളെ കണ്ടതും മഹിക്ക് സന്തോഷമാണോ അതോ സങ്കടമാണോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പം പെണ്ണ് തന്നോട് ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ? ചെറിയ ഇഷ്ടമല്ല, പെരുത്തിഷ്ടം. ഊറിച്ചിരിക്കുകയാണ് അവനപ്പോൾ. ശോ, കരയാതെ പെണ്ണെങ്ങനെ? ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ, അതെല്ലാം നീ കാര്യമാക്കിയെടുത്തോ? അവളുടെ കാതുരം മഹിമയെല്ലാം പറഞ്ഞു. ഗൗരിയുടെ നെറ്റി ചൊളിഞ്ഞു. ദേ, ഇങ്ങനെ നോക്കാതെ ഉണ്ട് കണി. ഈ നോട്ടത്തിലാണ് ഞാൻ വീണു പോയത്. മഹി വീണ്ടും ചിരിച്ചു. മഹിയേട്ടൻ എന്നോട് പറഞ്ഞതെല്ലാം അത് ചോദിക്കുമ്പോൾ അവളെ ശ്വാസഗതിയേറി. ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് നീ അതൊന്നും വിശ്വസിക്കാൻ നിൽക്കണ്ട കേട്ടോ. അവൾ വീണ്ടും അവനെ തന്നെ നോക്കി. അപ്പോൾ എൻ്റെ സ്നേഹമൊക്കെ ഉണ്ടല്ലേ? ഞാൻ കരുതിയ പോലെയല്ല നീയും. എൻ്റെ കാര്യത്തിൽ ഇത്തിരി സങ്കടമൊക്കെ വരുന്നുണ്ടല്ലോ. മഹിയേട്ടൻ സത്യം പറയൂ, വെറുതെ എന്നെ ടെൻഷൻ അടിപ്പിക്കല്ലേ. അവൾ അവൻ്റെ കൈത്തണ്ടിയിൽ ഒന്ന് അമർത്തിക്കൊണ്ട് അവനെ വീണ്ടും നോക്കി. സത്യം പറയാലോ പെണേ, എനിക്കങ്ങനെ പറയത്തക്ക കുഴപ്പമൊന്നുമില്ല. ഇവിടെ എല്ലാവരും പറയും പോലെ ഒരു കൊടിയനും അല്ല ഞാൻ. പിന്നെ എല്ലാ ദിവസവും 1-2 പെഗ് അടിക്കും. അതും ഹെയർ സ്റ്റഡീസ് ചെയ്യാൻ പോയപ്പോൾ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി, അങ്ങനെ കമ്പനി കൂടിയതാ. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് എല്ലാം കൂടി. ഇവിടെ വന്നപ്പോൾ അമ്മയും ഏട്ടന്മാരും ഒക്കെ കൂടി ഭയങ്കര വഴക്ക്. അവർക്കൊക്കെ ഞാനൊരു തികഞ്ഞ മദ്യപാനിയായി. എന്നാൽ പിന്നെ ആരെയും തിരുത്തണ്ടെന്ന് ഞാനും കരുതി. കേട്ടത് വിശ്വസിക്കാനാവാതെ തരിച്ചിരിക്കുകയാണ് ഗൗരി. പിന്നെ കല്യാണത്തിന് ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. എനിക്കിങ്ങനെ ഒറ്റാന്തടി മുച്ചാം വയറുമായിട്ട് പാത്തുമ്മയുടെ ആടിൽ പറയും പോലെ നടക്കാനായിരുന്നു ഇഷ്ടം. അമ്മ സമ്മതിച്ചില്ല. എൻ്റെ കല്യാണം നടത്തിയ തീരൂ എന്നൊരു പിടിവാശിയിലായിരുന്നു അമ്മ. അപ്പോഴൊക്കെ ഇത്തിരി അളവ് കൂട്ടി അമ്മയെ പേടിപ്പിക്കാൻ. അത്രയുള്ളൂ പെണേ, അല്ലാതെ ഞാൻ അത്രയ്ക്ക് പ്രശ്നക്കാരനൊന്നുമല്ല. മഹി പറഞ്ഞു കഴിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടു ഗൗരിയുടെ കണ്ണിലെ തിളക്കം പേമാരി പെയ്ത് തോർന്ന പോലെ. ഇപ്പോൾ ടെൻഷനൊക്കെ മാറിയോ? അവൻ ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരി തൂകി. അത്രയും മനോഹരിയായി അവളെ അതിനു മുന്നേ കണ്ടിരുന്നില്ല എന്നവൻ ഓർത്തു. മഹിയേട്ടന് എന്നെ ശരിക്കും ഇഷ്ടമായിരുന്നോ? ഇഷ്ടമായത് കൊണ്ടല്ലേ നിന്നെ കെട്ടിയത്? അതിന് എന്നെ നേരത്തെ ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്നാരും പറഞ്ഞു? കല്യാണത്തിനല്ലേ നമ്മൾ നേരിട്ട് കാണുന്നത്? അല്ല പിന്നെ നീ ലക്ഷ്യവും കൂടി ഒരു ദിവസം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ വന്നില്ലേ അമ്മ പറഞ്ഞിട്ട്? ഓവ്, ടീച്ചറാണെങ്കിൽ അന്ന് എൻ്റെ ഗ്രഹനില കൊണ്ടുവരാൻ പറഞ്ഞു വിളിച്ചതാ. അപ്പോൾ അമ്മയുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു വണ്ടിയിൽ. അമ്മയാണെങ്കിൽ സത്യത്തിൽ എന്നോട് താൻ വരുന്ന കാര്യമൊന്നും പറഞ്ഞിരുന്നില്ല. എന്നിട്ടോ അമ്പലത്തിലേക്ക് കയറിയപ്പോൾ എന്നോട് സൂചിപ്പിച്ചു, അമ്മ ഇപ്പോൾ ഒരു പെൺകുട്ടിയോട് പോയി സംസാരിക്കും, അവളെയാണ് ഞാൻ കല്യാണം കഴിക്കേണ്ടതെന്ന്.
ഗൗരിക്ക് ഇതെല്ലാം പുതിയ അറിവായിരുന്നു. എന്നിട്ടോ അവൾ ആകാംക്ഷയുടെ മഹിയെ ഉറ്റുനോക്കി തന്നെ ഇരുന്നു. നീ എന്ന് ഒരു പച്ച നിറമുള്ള ചുരിദാറായിരുന്നു ഇട്ടത്. ഗൗരി ഓർത്തുപോയി. ശരിയാണ്, പക്ഷെ അത് കുറേ മാസങ്ങൾക്ക് മുന്നേ അല്ലേ? എന്നിട്ട് എന്നെ കണ്ടിട്ടോ ഇഷ്ടമായില്ലേ? ആ, കുഴപ്പമില്ല, എന്നാലും വേറെ നോക്കാമെന്ന് അമ്മയോട് പറഞ്ഞൊഴിഞ്ഞു മാറി. അത് കേട്ടതും അവൾ നെറ്റി ചുളിച്ചു. ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി. കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ പെട്ടെന്ന് മനം മാറി? അത് അമ്മയും ചേട്ടന്മാരും സമ്മതിച്ചില്ല. എന്തായാലും കല്യാണം നടത്തി തീരുമെന്നും പറഞ്ഞ് വാശിയിലായിരുന്നു അവരെല്ലാവരും. എന്നിട്ട് ഞാനൊരു ഒറ്റ മുങ്ങലായിരുന്നു. എസ്കേപ്പ് ആകാതെ വേറെ മാർഗമില്ലായിരുന്നു കുട്ടി. അതുകൊണ്ടാണ് തിരിച്ചു വന്നത് 6 മാസം കഴിഞ്ഞ്. ആഹാ. പക്ഷേ ഞാൻ വന്നു കഴിഞ്ഞ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടൻ മറുതി. പിന്നീട് എനിക്കൊരു രക്ഷയുമില്ലായിരുന്നു. എല്ലാം കൈവിട്ടു പോയി. ദേ ഇവിടെ ഇങ്ങനെ വരെ കൊണ്ടെത്തിച്ചു. അതും പറഞ്ഞിട്ട് മഹി ബെഡിലേക്ക് കിടന്നു. പിന്നെയും എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുകയായിരുന്നു ഗൗരി. കിടക്ക് ഗൗരി, നേരം ഒരുപാടായി. അവൻ പറഞ്ഞതും ഗൗരി അവനെ നോക്കിക്കൊണ്ട് ഒരു വശം ചെരിഞ്ഞു കിടന്നു. അപ്പോൾ ശരിക്കും എന്നെ ഇഷ്ടമല്ലായിരുന്നോ? ഗൗരി മഹിയെ നോക്കി. ഇഷ്ടമായി എന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പമില്ല എന്ന് തോന്നി. എന്നെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു അല്ലേ? ഞാൻ കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ല. പിന്നെ ഇവിടെ ആരോ പറഞ്ഞു കേട്ടിരുന്നു നിന്റെ ചെറിയമ്മയ്ക്ക് അമ്മ പൈസ കൊടുത്തുവെന്ന്. എന്നിട്ടാണ് അവർ ഈ കല്യാണത്തിന് സമ്മതിച്ചത് പോലും. അതിന് ഞാൻ അമ്മയോട് ഉടക്കി. അപ്പോൾ വലിയേട്ടൻ പറഞ്ഞു, എന്നെപ്പോലൊരു കുടിയനെ കെട്ടാൻ ആരെങ്കിലും പെണ്ണുങ്ങൾ അതിന് സമ്മതിക്കോ? ഇത് അമ്മ പറഞ്ഞുകൊണ്ടാണ് നീയൊക്കെ പറഞ്ഞതെന്ന്. കുറച്ച് പൈസ കൊടുത്താലും വേണ്ടില്ല, ഇത് എങ്ങനെയെങ്കിലും നടത്തണമെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. പിന്നെ ഞാൻ കരുതിയത് നിന്റെ സ്വന്തം അമ്മയാണ് ആ സ്ത്രീ എന്നായിരുന്നു. അമ്മയെപ്പോലെയാണോ ഇനി മകളുമെന്നോർത്തു. ഞാൻ സത്യമായിട്ടും ഇതൊന്നും അറിഞ്ഞില്ല മഹിയേട്ടാ. അത് കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ എനിക്ക് മനസ്സിലായി നീ തള്ളയെപ്പോലെയുള്ളവളല്ലെന്ന്. നിന്നോട് ഞാൻ ചോദിച്ചില്ലേ എൻ്റെ ഭാര്യയാവാനായി സരസ്വതി അമ്മ എത്ര രൂപയാണ് ഓഫർ ചെയ്തതെന്ന്? അത് ഈ കാര്യം എനിക്ക് അറിയാവുന്നത് കൊണ്ടായിരുന്നു. അന്ന് നിന്നോട് താലിമല ഊരാൻ ഞാൻ പറഞ്ഞില്ലേ? നീ എന്നെ എതിർത്തപ്പോൾ എനിക്ക് തോന്നി നീ ഇതിലൊക്കെ ഒരു പവിത്രത കാത്തു സൂക്ഷിക്കുമെന്ന്. എന്നിട്ട് എന്തിനാ എന്നോട് എപ്പോഴും ഓരോ കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്? എപ്പോഴും എന്നെ വിഷമിപ്പിക്കുകയായിരുന്നല്ലോ. നിനക്ക് എന്നാ ചാടയായിരുന്നു? എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നെങ്കിൽ കലപ്പിച്ച് നോക്കിയിരിക്കും, അല്ലെങ്കിൽ ദേഷ്യത്തിൽ എന്തെങ്കിലും പറയും. എന്നാൽ പിന്നെ ഞാനും വിചാരിച്ചു ഇത് ഏതുവരെ പോകുമെന്ന് നോക്കാന്ന്. ഓ, വലിയ കാര്യമായിപ്പോയി എന്ന് കരുതി നിന്നെ ഞാൻ ഉപേക്ഷിക്കളയുകയൊന്നും ചെയ്യില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. ചുമ്മാ ചാടിയിട്ടതല്ലേ. ഞാനിതും ഒന്നും വിശ്വസിക്കുകയില്ല. മഹിയേട്ടൻ എൻ്റെ താലിമാല വരെ തിരിച്ചു ചോദിച്ചു. എടി, നീ വലിയ താല്പര്യം കാണിക്കാഞ്ഞപ്പോൾ ഞാൻ ഓർത്തിരുന്നു എന്നാൽ നീ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്ന്. ഇനി നിനക്കെന്നെ ഇഷ്ടമായിട്ടില്ല എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലും കയറി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. വിശ്വസിക്കാം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. കിടന്നുറങ്ങിക്കോ, നേരം ഒരുപാടായി. നിനക്ക് നാളെ സ്കൂളിൽ പോകണ്ടേ? ഗൗരി നോക്കിയപ്പോൾ മഹി കണ്ണുകൾ പൂട്ടി കിടക്കുകയാണ്. കുറച്ചു സമയം അവനെ നോക്കി അവൾ കിടന്നു. അടുത്ത ദിവസം മഹിക്ക് നേരത്തെ ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഗൗരി ഒറ്റയ്ക്കാണ് അന്ന് സ്കൂളിലേക്ക് പോയത്. വണ്ടി അയക്കാമെന്നവൻ ഒരുപാട് തവണ പറഞ്ഞുവെങ്കിൽ പോലും അവൾ നടന്നു പോയിക്കോളാമെന്നും പറഞ്ഞ് ഒഴിവായി. മഹിക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണം. ഇന്നലെ കണ്ടതുപോലെയുള്ള ഒരു കുർത്തയും കസവും കൊണ്ടും മേടിക്കാനാണ് അവളുടെ പ്ലാൻ. അതിൻ പ്രകാരം അവൾ ഉച്ചയ്ക്ക് 1 മണിക്ക് സ്കൂളിൽ നിന്നും ഇറങ്ങി. ലഞ്ച് ബ്രേക്ക് കഴിയുമ്പോൾ മടങ്ങിയെത്താം, അതാണ് അവളുടെ കണക്ക് കൂട്ടൽ. അങ്ങനെ ഗൗരി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. വേഗത്തിൽ തന്നെ അവൾക്ക് ബസ് കിട്ടി. ഷോപ്പിൽ ചെന്ന് കയറി നോക്കിയപ്പോൾ നേവി ബ്ലൂ നിറമുള്ള ഒരു കുർത്ത കണ്ടു. അതവൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരു മുണ്ടും കൂടി മേടിച്ചു. അപ്പോൾ അവൾക്ക് ഒരു ആഗ്രഹം തോന്നി, തനിക്കൊരു സെറ്റ് മുണ്ടും കൂടി എടുത്താലോ. ഏട്ടനോടൊപ്പം ഒരുമിച്ചൊന്ന് അമ്പലത്തിൽ പോയി തൊഴാൻ ഒരു മോഹം. മുണ്ടിൻ്റെ അതേ കരയുള്ള ഒരു സെറ്റ് മുണ്ടും അവൾക്ക് കിട്ടുകയും ചെയ്തു. എല്ലാം മേടിച്ചുകൊണ്ട് ഗൗരി പെട്ടെന്നിറങ്ങി. പറഞ്ഞ സമയത്തിന് തിരികെ സ്കൂളിലെത്തുകയും ചെയ്തു. വൈകുന്നേരം മഹി ഓഫീസിൽ നിന്നും എത്തിയപ്പോൾ നേരം 8 മണി കഴിഞ്ഞിരുന്നു. കാറിൻ്റെ ഹോൺ കേട്ടുകൊണ്ട് അവൾ വേഗം വാതിൽ തുറന്നു. സെക്യൂരിറ്റി ചേട്ടനെ കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. മഹി അപ്പോഴേക്കും വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്നു. പേടിച്ചായിരുന്നോ? ഏയ് ഇല്ലെന്നേ. ഇന്ന് എന്ത് പറ്റിയേട്ടാ ലേറ്റായത്? 1-2 പാർട്ടികൾ വന്നിരുന്നു. അവരൊക്കെ മടങ്ങിപ്പോകാൻ ലേറ്റായി. അവൻ സിറ്റിയിൽ വന്നിരുന്നു. ഗൗരി കോഫി എടുത്തുകൊണ്ട് വന്ന് അവന് കൊടുത്തു. അത് കുടിച്ച ശേഷം മഹി റൂമിലേക്ക് പോയി. കുളിച്ച് ഫ്രഷായി ഇറങ്ങി വന്ന ശേഷം അവൻ ഭക്ഷണം കഴിക്കാനായിരുന്നു. അമ്മ വിളിച്ചായിരുന്നോ? ഉവ്. എന്നെ 2-3 വട്ടം വിളിച്ചു. പക്ഷെ ഞാൻ ബിസിയായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് വിളിക്കേട്ടാ. പക്ഷേ അപ്പോഴേക്കും അമ്മയുടെ കോൾ അവനെ തേടിയെത്തിയിരുന്നു. മഹിക്കുട്ടാ, വാത്സല്യത്തോടെയുള്ള അമ്മയുടെ വിളിയച്ച അവൻ്റെ കാതിൽ പതിഞ്ഞു. അമ്മ, ഇന്നെന്തേ തിരക്കായിരുന്നാ മോനെ? കുറച്ച്. മോൻ വീട്ടിലെത്തിയോടാ?
ആ കുട്ടി തനിച്ചാ. ഞാൻ വീട്ടിൽ വന്നിട്ട് 1/2 മണിക്കൂറായി അമ്മേ. ഇപ്പോൾ ഫുഡ് കഴിക്കുക ആണോ? എങ്കിൽ കഴിച്ചോ മക്കളെ. അമ്മ ഫോൺ വെക്കുക. ഏട്ടനും മേട്ടത്തെയും ഒക്കെ എന്തു ചെയ്യും? ഇവിടെയുണ്ട്. ശിവയോ? കുഞ്ഞു ഉറങ്ങി മോനെ. എന്നാൽ ശരിയമ്മേ, ഞാൻ നാളെ വിളിക്കാം. അവൻ ഫോൺ കട്ട് ചെയ്തു. കൈ കഴുകി എഴുന്നേറ്റ് വന്നിട്ട് അവൻ കുറച്ച് സമയം ഫോണിൽ നോക്കിയിരുന്നു. ഈ സമയം ഗൗരി അടുക്കളയിലായിരുന്നു. ജോലികളെല്ലാം തീർക്കുകയാണ്. രണ്ടാളും കൂടി റൂമിലേക്ക് വന്നപ്പോൾ നേരം 10 മണി കഴിഞ്ഞിരുന്നു. മഹിയേട്ടാ, ഗൗരി വിളിച്ചപ്പോൾ അവൻ മുഖമുയർത്തി നോക്കി. എന്താ ഗൗരി? ബെഡ്ഷീറ്റ് എടുത്ത് നേരെ വിരിക്കുകയാണ് അവള്. നാളെ ഓഫീസിൽ പോകുന്നുണ്ടോ? ഊവ്. എന്താടോ? ഒന്നുമില്ല, വെറുതെ. അങ്ങനെ വെറുതെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ഭാര്യയെ. തനിക്ക് എവിടെയെങ്കിലും പോണോ? ഇല്ലെന്നേ, ഞാൻ വെറുതെ ചോദിച്ചതാ. അവൻ ഷീറ്റൊക്കെ വൃത്തിയായി വിരിച്ചിട്ട് പില്ലോ എടുത്തു വെച്ചു. എന്നിട്ട് ബെഡിലേക്ക് കയറി ഭിത്തിയിൽ ചാരിയിരുന്നു. നിന്റെ മുഖത്ത് എന്തോ ഒരു കളലക്ഷണമുണ്ട്. എന്താടി അത്? അവനാകെ മൊത്തത്തിൽ അവളിൽ നിന്ന് ചൂഴ്ഞ്ഞു നോക്കി. എന്ത്? പെട്ടെന്ന് ഗൗരിക്ക് എന്തോ ഒരു ജാളിത അനുഭവപ്പെട്ടു. വേഗം തന്നെ അവൾ കിടന്നു കഴിഞ്ഞിരുന്നു. അവളുടെ അടുത്തായി മഹിയും. പെട്ടെന്ന് തന്നെ അവൻ മിഴികൾ പൂട്ടി. ഗൗരി മെല്ലെ മുഖമുയർത്തി നോക്കിയപ്പോൾ കണ്ടു ഉറങ്ങുന്ന മഹിയെ. ഇത് ഇത്ര വേഗം ഉറങ്ങിയോ ഈശ്വര? ഇനി കുടിച്ചിട്ടുണ്ടാവോ? അവൾ അവൻ്റെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങി വന്നു, അവൻ്റെ അത്തരത്തിലേക്ക്. എന്നിട്ട് അവളെ നാസിക്ക് അടുപ്പിച്ചു. പെട്ടെന്ന് മഹി അവളെ എടുത്ത് തൻ്റെ നെഞ്ചിലേക്കിട്ടു. അയ്യോ മഹിയേട്ടാ, വീട്! അവൻ്റെ ശരീരത്തിലേക്ക് അമർന്നതും അവൾക്ക് എന്തോ പോലെ തോന്നി. നീ ഇവിടെ കിടന്നുറങ്ങിയാൽ മതി, അവൻ പിറുപിറുത്തു. മഹിയേട്ടാ, വീടനെ, എനിക്ക് ശ്വാസം മുട്ടുക. അവൾ കുതിരി മാറാൻ ശ്രമിക്കുന്നതോറും മഹി അവളെ കൂടുതൽ തന്നിലേക്ക് അടുപ്പിച്ചു. തൻ്റെ മാറിടങ്ങൾ അവനിലേക്ക് കൂടുതൽ അടുക്കുന്തോറും ഗൗരി ആകെ വല്ലാതെയായി. മഹിയേട്ടാ പ്ലീസ്. പ്രാവ് കുറുക്കം പോലെ കുറുക്കുന്നവളെ നോക്കി മഹി അങ്ങനെ തന്നെ കിടന്നു. നോട്ടം കണ്ടതും ഗൗരി തൻ്റെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് ഒളിപ്പിച്ചു. മഹിയാണെങ്കിൽ ഇടം കൈയാൽ അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് വലം കൈ കൊണ്ട് അവളുടെ നെറുകയിൽ തലോടി. അവളുടെ ഒരു വാത്സല്യമാണ് അവനപ്പോൾ തോന്നിയത്. ഈ പ്രായത്തിൽ ഇത്രമേൽ വേദന അനുഭവിച്ചാണല്ലോ പാവം ജീവിച്ചത്. ഓരോന്നോർത്ത് കിടക്കുകയാണ് മഹി. അപ്പോൾ ആ തക്കം നോക്കി ഗൗരി അവനിൽ നിന്നും ഓർന്നിറങ്ങി. എന്നിട്ട് ബെഡിലേക്ക് കിടന്നു. ഡി! അവൻ ഒറ്റ കുതിപ്പിന് അവളുടെ മേലെ ഇരു കൈകളും കുത്തി നിന്നു. നിന്നോട് ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? അവൻ്റെ ശ്വാസം ഗൗരിയുടെ കവിളിൽ തട്ടി. മഹിയേട്ടാ, അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? എനിക്ക് ശ്വാസം മുട്ടുക, അതുകൊണ്ടാ. പറയുന്നത് കേൾക്ക് ഗൗരി, ഇല്ലെങ്കിൽ ഇന്നിവിടെ വേറെ പലതും നടക്കും. അവൻ്റെ ശബ്ദം മാറിയപ്പോൾ അവൾ വല്ലാതെയായി. തന്നെ വിഷണ്ണയായി നോക്കുന്നവളെ കാണുകെ അവനുള്ളിൽ ചിരി പൊട്ടി. ഇങ്ങനെ കിടന്നാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഏട്ടാ? അവൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. പെട്ടെന്ന് അവൻ അവളിൽ നിന്നും അകന്നു മാറി നേരെ കിടന്നു. ഉടനെ തന്നെ അവൾ ഉറങ്ങിയതുപോലെ കണ്ണടച്ചു. ഡി! ഗൗരി! അവൻ വിളിച്ചതും ഗൗരി അത് കേട്ടില്ലെന്ന് നടിച്ച് അനങ്ങാതെ ഉറക്കാൻ നടിച്ചു കിടന്നു. വിളച്ചിൽ ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെയുള്ള മറുപടി വൈകാതെ ഞാൻ പറയിപ്പിക്കും. തൻ്റെ കാതുരം അവൻ്റെ ശബ്ദം പതിഞ്ഞതും അവളുടെ ശരീരത്തിൽ ഒരു വേലിയേറ്റമാണ് ഉണ്ടായത്. മഹി എത്രമേൽ അവളോട് ചേർന്നാണ് കിടക്കുന്നത് പോലും. ഓരോ തവണയും അവൻ്റെ നിശ്വാസങ്ങൾ അവളിലേക്ക് തട്ടുംതോറും ഗൗരി മറ്റൊരു അവസ്ഥയിലായിരുന്നു. മിഴികൾ തുറന്നാൽ മഹിയേട്ടൻ ഇനി വേറെ എന്തെങ്കിലും ഒപ്പിക്കും. പെട്ടെന്നായിരുന്നു മഹി തൻ്റെ ഇടം കൈ അവളുടെ വയറിന്മേൽ വലയം ചെയ്തത്. പതിയത് മുകളിലേക്ക് ചലിക്കാൻ തുടങ്ങിയതും ഗൗരി വേഗം അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. അവനത് കണ്ട് ചിരി പൊട്ടി. തൻ്റെ കയ്യിൽ ഇറുക്കി പിടിച്ചു വച്ചിരിക്കുന്നവളെ കണ്ടതും അവന് വീണ്ടും കുസൃതി തോന്നി. അല്പം ബലം പ്രയോഗിച്ചുകൊണ്ട് മഹി വീണ്ടും തൻ്റെ സഞ്ചാരപാത മുകളിലേക്കാക്കിയതും ഗൗരി വേഗം തിരിഞ്ഞു കിടന്നു. മുടി മുഴുവനായും ഉയർത്തി കെട്ടി വെച്ചിരിക്കുകയായിരുന്നു അവൾ. എന്നും അതങ്ങനെയാണ്. അതൊരു പ്രത്യേക ചേലാണ് പെണ്ണെന്ന് അവൻ ഓർത്തു. പിൻകഴുത്തിൽ അവൻ്റെ അതിരം പതിഞ്ഞതും ഗൗരി പിടഞ്ഞുപോയി. ഒറ്റ കൊതുപ്പിന് എഴുന്നേൽക്കാൻ ഭാവിച്ചതും മഹിയോളെ പിന്നിൽ നിന്നും ആഞ്ഞു പൊളുകി. മഹിയേട്ടാ പ്ലീസ്, അവൾ കുറുകി. അതിന് ഞാൻ നിന്നൊന്നും ചെയ്തില്ലല്ലോ ഗൗരിയെ. വീണ്ടും അവൻ കാതുരം മന്ത്രിച്ചു. ഇത്തിരി മാറിക്കിടക്കുന്നേ, എനിക്ക് എന്താ പോലെ. ഒടുവിൽ അവൾ പറഞ്ഞു പോയി. എന്ത്? ആകെ ഒരു അസ്വസ്ഥതയാണ് ഏട്ടാ. ഈ അസ്വസ്ഥതകൾ ഇനി എന്നും കാണും. ഇത് കുറേയുള്ള മരുന്ന് ഞാൻ അടുത്ത ദിവസങ്ങൾ തരാട്ടോ. അതുകൊണ്ടിപ്പോൾ എൻ്റെ മോൾ കിടന്നുറങ്ങിക്കോ. അവൻ്റെ വാക്കുകൾ കാതിൽ പതിഞ്ഞപ്പോൾ അവളൊന്ന് പുളകിതയായി. അറിയാതെ ഒരു പുഞ്ചിരി ആ ചെഞ്ചൊടിയിൽ തിരിഞ്ഞത് അവൻ കണ്ടിരുന്നില്ല. രാവിലെ ഗൗരി നേരത്തെ ഉണർന്നു. ഇന്നാണ് മഹിയുടെ പിറന്നാൾ. ഓർത്തപ്പോൾ മനസ്സിന് ആകെ ഒരു സന്തോഷം, ഒരു കുളിർമ. അവൾ മഹിയെന്ന് നോക്കി. ഇപ്പോഴും തൻ്റെ വശത്തേക്ക് ചെരിഞ്ഞു കിടന്നുറങ്ങുകയാണ് ആള്. ഓ കുഞ്ഞു, അവിടെ കിടപ്പ് കണ്ടില്ലേ? എന്തൊരു പാവാണ്. കയറിയപ്പോൾ ഇന്നലെ രാത്രിയിൽ താൻ പേടിച്ചിനി കണക്കില്ല. അവൾ പിറുപിറുത്തോണ്ട് എഴുന്നേറ്റു. ഇടത്തെ മടി. ഹാപ്പി ബർത്ത്ഡേ. ഗൗരി അവൻ്റെ കാതിൽ മെല്ലെ മന്ത്രിച്ചു. എന്നിട്ട് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി. അപ്പോഴേക്കും മഹി കണ്ണ് തുറന്നു.
എൻ്റെ പാവം ഗൗരിക്കുട്ടി ഇന്നലെ അത്രമേൽ പേടിച്ചു പോയെങ്കിൽ ഞാനിനി ഉള്ള രാത്രികളിൽ കൂടുതൽ പേടിപ്പിക്കൂട്ടോ. സാരില്ല, നമുക്ക് കാവിൽ നിന്നും ഒരു ചരട് ജപിച്ച് കേട്ടാം, അവൻ മനസ്സാൽ അവളോട് മൊഴിഞ്ഞു.